ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിനവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. അത്രത്തോളം ഞാനിപ്പോ പറയുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ ബാക്കി പിന്നീട് പറയാം. സമ്മർദ്ദമല്ല, സമ്മർദ്ദത്തിനൊന്നും അവർക്ക് ശേഷിയില്ല. അവരാരെ സമ്മർദ്ദം നമ്മളെ നേരെ സമ്മർദ്ദിച്ചിരുന്നു. ഒരു അഭ്യർത്ഥന എന്ന് പറയാ. മറ്റു സമ്മർദ്ദമൊന്നും കൊണ്ട് നമ്മളെടുത്ത് വരാൻ പറ്റില്ല. അത് നിങ്ങളെ പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ. നിങ്ങളിപ്പോ ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിന്റെ ലേഖകനാണെങ്കിൽ എഴുതി കൊടുത്താൽ അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താല് അത് പത്രത്തിന്റെ നയമായി. അതിന്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖകൻ എഴുതി കൊടുത്തു, അതിന്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിന് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട നടപടികൾക്ക് അവർ കൂട്ടുനിന്നിട്ടില്ല. ദിവ്യ എസ് അയ്യരെ പ്രശംസിച്ച് പിണറായി വിജയൻ. ദിവ്യ എസ് അയ്യരെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ട് VD സതീശൻ എല്ലാ മേഖലയും സ്വന്തം കൈപ്പിടിയിലാക്കിയെടുത്തിട്ട് അദാനിയുടെ മുൻപിൽ കേരളത്തിനെ കൊണ്ട് കാഴ്ചവെച്ചു കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ പല സാധനങ്ങളും വിറ്റ് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഓരോ പദ്ധതികളുമായിട്ട് വരുമ്പോൾ ആ പദ്ധതികളെയൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടും നടത്തി തീർപ്പാക്കാനായിട്ട് സാധിക്കാത്ത ഒരു ഗവൺമെൻറ് ആ പദ്ധതികളെയെല്ലാം സ്വകാര്യവൽക്കരിക്കാനായിട്ട് സ്വകാര്യ വ്യക്തികളുടെ മുന്നിലേക്ക് അടിയറവ് വെക്കുന്ന, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുവിടുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ട വാർത്തയാണ്, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അദാനിയുടെ മുൻപിലേക്ക്, അല്ലെങ്കിൽ അദാനിക്ക് വിറ്റിരിക്കുന്നു. ഇതുപോലെ പല സാധനങ്ങളും ഇനിയും വിൽക്കുന്നുണ്ട്. എന്തൊക്കെ വിറ്റ് മുടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല. ഇതൊന്നും VD സതീശൻ അറിഞ്ഞിട്ടേ ഇല്ല. VD സതീശൻ ഇതൊക്കെ അറിയുന്ന മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകൾ കണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന VD സതീശനെ അനുകൂലിക്കുന്ന കുറേ അടിമകൾ കാണും. അല്ലാതെ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ഇത് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സതീശനാദികളെ, നിങ്ങളുടെ മെഴുകലുകളും നിങ്ങളുടെ നുണപ്രചരണങ്ങളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും അതെല്ലാം നല്ലതാണ്, എല്ലാം നല്ലതിനു വേണ്ടിയാണ്, ചിരിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന കുറേ അന്തം കൊങ്ങികളും അന്തം കമ്മികളും അന്തം സംഘികളും അടിമകളും ഒക്കെ കാണും. ഈ അടിമകളുടെ മുൻപിൽ മാത്രം കൊണ്ട് നിങ്ങൾ വെക്കുക ഈ ന്യായീകരണങ്ങളും ഈ മെഴുകലുകളും ഒക്കെ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഴിഞ്ഞം തുറമുഖത്തിലെ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് 2 പേരാണ്. പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെങ്കിലും അതിൽ ഒരാളുടെ കൂടി പ്രസൻസ് ഉണ്ട്. ആ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ആ ആളുടെ പേരാണ് രത്തൻ യു കേൽക്കർ, അതായത് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. 2 പേർ ചേർന്നിരുന്നുകൊണ്ടാണ് കേരളത്തിലെ ഓരോ അഭിമാന നിമിഷങ്ങളും അദാനിക്ക് കൊണ്ട് വിറ്റിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നൊരു ന്യായീകരണം, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാനിതൊക്കെ അറിയുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതിനെപ്പറ്റി ഒരറിവും എനിക്കില്ല, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആർക്കെതിരെയാണ് നടപടിയെടുക്കാൻ പോകുന്നത്? VD സതീശനെതിരെ തന്നെ നടപടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? നിങ്ങളുടെ അണികൾ വിശ്വസിക്കുന്ന കഥകളൊക്കെ അവിടെ പറഞ്ഞാൽ മതി സതീശനാദികളെ. അല്ല സതീശൻ ജി, ഞാൻ എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടി മാധ്യമരംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നടക്കാനിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് അയച്ച കത്തിന്റെ ഫർദർ പ്രൊസീഡിങ്സ്. അതാണ്, തുടർ നടപടികളാണ് നടക്കാനിരിക്കുന്നത്. എന്തായിരിക്കും ആ തുടർ നടപടികൾ? നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, കത്ത് പരിശോധിക്കാൻ പോകുന്നത് ഒരു എംപവേർഡ് കമ്മിറ്റിയാണ്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ചീഫ് സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സർക്കാരും വിഴിഞ്ഞം പോർട്ടുമായി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ഇന്റർമീഡിയറി വിഭാഗമുണ്ട് കേട്ടോ. അതിനെ വിസിൽ എന്നാണ് വിളിക്കുക. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെയാൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തെയാൾ ധനവകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെയാൾ നിയമവകുപ്പ് സെക്രട്ടറി. ഇവരാണ് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 വകുപ്പുകളും, അതായത് തുറമുഖം, ധനം, നിയമം, ഈ വകുപ്പുകൾ ആരാണ് ഭരിക്കുന്നത്? ഈ വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി VD സതീശന്റെ കയ്യിലാണെന്നേ. അതിലൊരു നിഗൂഢതയും നമ്മൾ ആരോപിക്കുകയല്ല കേട്ടോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായി കണ്ടെത്തിയ വകുപ്പുകളാണിത്. പക്ഷെ പ്രശ്നം എന്താണ്? ധനവകുപ്പിലായാലും തുറമുഖ വകുപ്പിലായാലും നിയമവകുപ്പിലായാലും ഫയലിൽ ഒപ്പുവെക്കുന്നത് ഒറ്റയാൾ തന്നെയാണ്. അത് VD സതീശനായിരിക്കും. അതാണ് പ്രശ്നം.
ആദ്യം തുറമുഖ സെക്രട്ടറി ഫയൽ പരിശോധിക്കും, എന്നിട്ട് തുറമുഖ മന്ത്രിക്ക് സമർപ്പിക്കും. അത് വി ഡി സതീശനാണല്ലോ. ഇനി തുറമുഖ മന്ത്രി ആയ വി ഡി സതീശൻ അത് ധനമന്ത്രിയായ വി ഡി സതീശന് തന്നെ അയക്കും. അത് സതീശൻ തന്നെ പരിശോധിക്കും. എന്നിട്ട് ധനമന്ത്രിയായ സതീശൻ ഇത് നിയമമന്ത്രിയായ സതീശന് തന്നെ അയക്കും. അതും അദ്ദേഹം തന്നെ പരിശോധിക്കും. എന്നിട്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സതീശൻ തന്നെ എടുക്കും. ഇതാണെന്നേ നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യം ആരാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അത് തുറമുഖ സെക്രട്ടറി ആയിരിക്കുമല്ലോ. വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ വകുപ്പാണല്ലോ. ആരാണ് തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? രത്തൻ യു ഖേൽക്കർ ആണ് ഈ തുറമുഖ സെക്രട്ടറി എന്ന് പറയുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം തന്നെയാണ് കേട്ടു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ചുരുക്കത്തിൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്നൊന്നും സർജിക്കൽ സ്ട്രൈക്ക് പറയുന്നില്ല. പക്ഷേ CPM-ന്, അതായത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ആ സംശയമുണ്ടെന്നേ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? അദാനിയും സതീശനും തമ്മിലുള്ള ഡീലാണ് നടക്കുന്നത് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് വി ഡി സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. അന്ന് മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ അൽവയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ യാദൃച്ഛികമാണെന്നായിരുന്നു അന്ന് കോൺഗ്രസ് നൽകിയ വിശദീകരണം. പക്ഷെ അത് സംശയകരമാണ് എന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. അതിന് പിന്നാലെയാണെന്നേ തുറമുഖ വകുപ്പ് സതീശൻ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴും അതേ സംശയം തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചത്. പോരാത്തതിന് ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ ആദ്യമായി അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്തായിരുന്നു? സമുദ്ര മിഷനാണ്. ഇത് കാണുമ്പോഴും മെഴുകാനായിട്ടിരിക്കുന്ന അടിമകളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. നിന്നെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ സ്വന്തം വീടും സ്വന്തം നാടും നമ്മുടെ എല്ലാ മണ്ണ് വരെ, കാൽച്ചുവട്ടിലെ മണ്ണ് വരെ വിറ്റ് മുടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സർക്കാരിനെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ, ഇതൊരിക്കലും പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയനാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ പിണറായി വിജയനെയൊക്കെ മാറ്റി നിർത്തി, രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള, തലയ്ക്ക് ബോധമുള്ള, തലയിൽ വെളിവുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ എന്താ നടക്കുന്നത് മനസ്സിലാവും. മംഗലാപുരത്തേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറിക്കൊണ്ട് ഈ വി ഡി സതീശൻ യാത്ര ചെയ്തപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളുമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ വന്നിരിക്കുന്നത്. ഇതിനെന്താണ് സതീശന് കൊടുക്കാൻ മറുപടിയുള്ളത്? അല്ലെ സതീശൻ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? സതീശനെ എന്ത് പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കും ഈ ഒരു കാര്യത്തിൽ നിന്ന്? അദാനിയുമായിട്ടുള്ളൊരു ബന്ധം ഇത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല രാമസ്വാമി, അല്ലെങ്കിൽ എൻ്റെ കടവുളെ ഞാനതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് വി ഡി സതീശൻ പറയുമായിരിക്കാം. എന്നാൽ യാത്രയിലുള്ള രേഖകളോ നിങ്ങൾ പോയി കണ്ടുപിടിച്ചാൽ കണ്ടുമുട്ടിയതിൻ്റെ ആ ഒരു തെളിവുകളോ ഒന്നും ഇതിനെ സാധൂകരിക്കില്ല സതീശ. അല്ലെ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾക്കൊപ്പം നിൽക്കില്ല. എത്രയൊക്കെ കള്ളങ്ങൾ കൊണ്ട് കോട്ടകൾ കെട്ടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒറ്റ ദിവസം അല്ലെ ഒറ്റ രാത്രി കൊണ്ട്, അല്ലെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ തകർന്നു വീഴും. കാരണം എല്ലായ്പ്പോഴും എല്ലായിടത്തും സത്യത്തിന് മാത്രമേ വിലയുള്ളൂ. അതെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു വിജയവും വലതുപക്ഷ സർക്കാരിൻ്റെ വിജയം അല്ലെങ്കിൽ തോൽവിയും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ പ്രയത്നിച്ചതെങ്കിൽ ആ വലതുപക്ഷ സർക്കാർ വരുന്നത് സ്വന്തം കീശ വീർപ്പിക്കാനായിട്ടാണ്. അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവർ പറഞ്ഞ എന്താണ്? എൻ്റെ പിള്ളേർക്ക് ഇട്ട് കൊടുത്ത പണിയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഞാൻ തിരിച്ച് തന്നിരിക്കും. നല്ല വീറും വാശിയോടും കൂടി രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സാധനം തിരിച്ചടി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ഉപാധിയായിട്ട് കാണുന്ന കുറച്ച് ആളുകളാണ് ഇന്ന് ഭരണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇവിടെ ചെയ്തു വെച്ചതല്ല ഇവർ മുടിപ്പിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ വേറെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇവർ വികസനമാണ് മുന്നിൽ കണ്ടുവന്നതെങ്കിൽ ആദ്യം ഇവർ നടപ്പിലാക്കാൻ പോകുന്ന വികസനം ഏതായിരിക്കും? വയനാട് ടൗൺഷിപ്പ് ഇടതുപക്ഷ സർക്കാർ നിർത്തലാക്കി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി വെക്കും. ഇതെന്നിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ആ ഒരു കാര്യത്തിൽ? ഇല്ല. എന്താണ് ഇവർ ആദ്യം ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്? ഇവർ പറഞ്ഞത് ഏതെങ്കിലും, ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യം ബഡ്ജറ്റിൽ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. ഈ പാലിൻ്റെ വില കൂട്ടി, അത് LDF ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ പറയുമെങ്കിൽ ഓക്കെ, LDF ഇരിക്കുന്ന സമയത്ത് കൂട്ടാനായിട്ട് വിചാരിച്ച് ഇവർ വന്ന സമയത്ത് അത് കൂട്ടി. ഇന്ധന വില വർധനവിനെതിരെ ഏതെങ്കിലും കമാന്നൊരക്ഷരം പിണറായി വിജയൻ മിണ്ടിയിട്ടുള്ളതുപോലെ, പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുള്ളതുപോലെ സതീശൻ പ്രതികരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അമ്മയുടെ ആങ്ങള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മൂത്താപ്പ ദേഷ്യപ്പെടും. മൂത്താപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല. ആരാണ് മൂത്താപ്പ? നരേന്ദ്രമോദിജി. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിയും അവരുടെ പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകളുമാണ് ഇവരുടെ മൂത്താപ്പ. അദ്ദേഹം ദേഷ്യപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കണം അതിനെപ്പറ്റി ഒരു അക്ഷരവും മിണ്ടാത്തത്. ഈ ജനങ്ങൾ എന്ത് വേണമെങ്കിലും അവർക്ക് എന്തും കിട്ടിക്കോട്ടെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടുത്തെ വികസനങ്ങൾ ചെയ്യലാണ്. വികസനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കട്ടുമുടിപ്പിക്കുന്നത് അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല. അതൊക്കെ ഞങ്ങൾ വിറ്റിട്ട് പിണറായി വിജയനാണ് ഇതും ചെയ്തതെന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് തലയിലേക്ക് ആക്കി കൊടുക്കും. ഈ ഒരു ധൈര്യം ഇവന്മാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ കള്ള
കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു നുണപ്രചരണം നടത്തിക്കൊണ്ട് ഇങ്ങനെ കയറി പോകാനായിട്ട് ഇവർക്ക് ധൈര്യം ഇവിടുന്ന് കിട്ടി? കുറേ അടിമകൾ കേരളത്തിലുള്ളത് കൊണ്ടാണ് അല്ലേ? അടിമകളിൽ തന്നെ മാധ്യമ പാപ്പരാസികളുമുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. വലതുപക്ഷ സൈബർ പോരാളികളും ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഇവർ പണിയെടുക്കുന്നുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ആളുകൾ ആരാണ്? ഈ രണ്ട് പ്രിവിലേജും കിട്ടാത്ത ആരാണ്? ഇടതുപക്ഷമാണ് അല്ലേ? അതായത് ഇടതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് കൈരളി ചാനലിനെ വേണമെങ്കിൽ പറയാം, ദേശാഭിമാനി അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതല്ലാതെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരൊറ്റ ചാനലുകളില്ല. അതുകൊണ്ട് തന്നെയും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാനായിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്തിച്ചർച്ചകളടക്കം ഓരോ പരിപാടികളുമായിട്ട് ഇവർ ആളുകളെ അസൈൻ ചെയ്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഡോസ് പോലെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ പൊട്ടിക്കുന്ന സാധനങ്ങളെല്ലാം ഇലക്ഷൻ കഴിയുമ്പോഴാണ് പല ആളുകൾ അറിയുന്നത് ഇതെല്ലാം വെറും പ്രഹസനമായിരുന്നു, പിണറായി തന്നെയായിരുന്നു ശരിയെന്നുള്ളത്. പിണറായി തന്നെയാണ് ശരിയെന്നുള്ളത് നമുക്ക് തെളിയിക്കുന്ന ഒരു വാർത്ത ഞാൻ കാണാനിടയുണ്ട്. റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ ഡോക്ടർ അരുൺകുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആരോപണം ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. കരാറുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കീഴിലായത് ദുരൂഹമെന്നാണ് പ്രതിപക്ഷ ആരോപണം. അത് ശരിയാണല്ലോ. തുറമുഖം, ധനവകുപ്പ്, നിയമം, പൊതുഭരണം ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാണ് വാദം. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിലെല്ലാം ഒരേ ഉദ്യോഗസ്ഥ സംവിധാനമാണെന്നും ആരോപണമുയരുന്നു. കേരളത്തിലേത് അസാധാരണ മന്ത്രിസഭയെന്ന് മുൻ മന്ത്രി പി രാജീവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമില്ലെന്നും തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് ചുരുങ്ങുന്നുവെന്നും പി രാജീവ് ആരോപിച്ചു. ഗുരുതരമായ ആരോപണമാണ്. കേൾക്കാം. അതൊരു അസാധാരണമായിട്ടുള്ള മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രി 3 ഇൻഡിപെൻഡന്റ് ആയ വകുപ്പുകളും നിയന്ത്രിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തുറമുഖ വകുപ്പ് എന്ന് വെച്ചാൽ തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കറാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വഹിച്ച ആളാണ്. അസാധാരണമായിട്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹം പരിശോധിച്ചിട്ട് തുറമുഖ വകുപ്പ് മന്ത്രിക്ക് നൽകും. അത് ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും മുഖ്യമന്ത്രി പൊതുഭരണം, നിയമം, ധനകാര്യം 3 സ്വതന്ത്ര വകുപ്പുകളും അവന്റെ പൂർണ്ണ നിയന്ത്രണം കയ്യിലെടുത്തിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അധികാരത്തിന്റെ കേന്ദ്രീകരണം, മന്ത്രിസഭയുടെ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പേര് മാത്രമായി അവശേഷിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാരുമായി ഏർപ്പെട്ടിട്ടുള്ള ഒരു കരാർ UDF കാലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ്. വിത്ത് പ്രയർ പെർമിഷൻ വേണമെന്നാണ്. മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്ന കരാറിനകത്ത് വ്യവസ്ഥയുള്ള സന്ദർഭത്തിലാണ് ഈ ജൂൺ 29 ഈ കരാറിൽ ഏർപ്പെട്ടു എന്നാണ് 30 തൊട്ട് പിറ്റേ ദിവസം സെബിയിൽ നൽകിയിട്ടുള്ള കത്തിനകത്ത് വ്യക്തമാക്കുന്നത്. നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുമ്പോൾ നിയമപരമായി തന്നെ അവനെ നേരിടുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതെ വരുമ്പോൾ അങ്ങേറ്റം ദുരൂഹത ഈ കൈമാറ്റത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ? ഇതിനെതിരെയാണ് പ്രതിപക്ഷം ശക്തമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. പക്ഷെ ആ സമയത്തും പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കാനായിട്ട് പുറത്തിരിക്കുന്ന കുറച്ച് കാണികളുണ്ട്. ഇവന്മാർക്കൊക്കെ സ്വന്തം വീടും കിടപ്പാടവും എല്ലാം ഓരോരുത്തന്മാരുടെ പേരിലാവുമെന്ന് അറിയുമ്പോൾ, അല്ലെ ഓരോരുത്തരുടെ പേരിലാവുന്ന സമയത്തെ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ഇവർ വിചാരിച്ചതുപോലെ തന്നെ പ്ലാൻസ് എല്ലാം പോകുന്നു. വൻ വിജയം ഇവർക്ക് കരസ്ഥമാകുമെന്ന് ഇവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രവചിച്ചതുപോലെ തന്നെ കരസ്ഥമാകുന്നു. 3 സീറ്റ് BJPക്ക്, 100-ലധികം സീറ്റുകൾ, 102-ന് മുകളിൽ സീറ്റുകൾ UDFന്, 35 MLAമാർ തോക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ സംഭവിക്കുന്നു. ഇതിലൊക്കെ എന്താണ് നടക്കുന്നത്? EVM മെഷീൻ മാറ്റിയിട്ട് ബാലറ്റ് പേപ്പർ ആവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊരിക്കൽ കൂടി ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. 5 വർഷം ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഈ 5 വർഷം കൊണ്ട് കേരളത്തിൽ വികസനമാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് വെറും പ്രഹസനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഓരോ തരി മണ്ണും വിൽക്കാൻ പോവുകയാണോ എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം. ഇതിലെല്ലാവരും കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമങ്ങളും അന്തിച്ചർച്ചകൾക്കായിട്ട് ആരെയും വിളിച്ചിരുത്തില്ല, അന്തിച്ചർച്ചകൾ ഉണ്ടാവില്ല. ഇവരെ അതിരൂക്ഷമായിട്ട് എതിർക്കുന്ന കുറച്ച് മാധ്യമങ്ങളല്ലാതെ വേറെ ആരും ഇതിനെപ്പറ്റി കമാന്ന് രക്ഷണം മിണ്ടില്ലെന്നേ. ഇതെന്തൊരവസ്ഥയാണല്ലേ? എല്ലാം നശിപ്പിക്കാനായിട്ട്, എല്ലാം മുടിപ്പിക്കാനായിട്ട് അധികാരത്തിൽ വന്ന ആളുകളെയും അംഗീകരിക്കുന്ന കുറച്ച് വൃത്തികെട്ട ആളുകളുള്ളൊരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. എന്തൊരവസ്ഥയാണ്!